യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീൻപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. മീഡിയം സൈസ് അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, മീനിലുള്ള വെള്ളം അത് മാത്രം മതിയാകും. അപ്പോൾ വെള്ളമൊക്കെ ഒരുപാടായിപ്പോയാൽ നമ്മളെ മീനിൽ അരപ്പ് പിടിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് തന്നെ പിടിച്ച് കിട്ടും. ഞാനിവിടെ 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് അരപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് ഈ വെളുത്തുള്ളിയുടെയും കരിവേപ്പിലയുടെയൊക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മളെ മീനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന നേരത്ത് നമുക്ക് പയ്യെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മളെ മീൻ നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ലതുപോലെ അതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഒരുപാട് തീയായ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.